അസ്സലാമുഅലൈക്കും വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് മീഷോ എന്നുള്ള കുറച്ച് സെറ്റ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വിത്ത് ദുപ്പട്ട വരുന്നത്, വിതൗട്ട് ദുപ്പട്ട വരുന്നത്, അതേപോലെ തന്നെ രണ്ട് ഗൗൺ, ലൈക്ക് ഗൗൺ അല്ല, രണ്ട് ടോപ്പ് ഡ്രസ്സ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു കാഫ് ലെങ്ത് വരുന്നതും ഒരു നീലും കുറച്ചതായിട്ട് ആ ഒരു ലെങ്ത്തിൽ വരുന്ന രണ്ട് ടോപ്പ്. അതിന്റെ ഭംഗി കൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഫുള്ള് കാണിച്ചു തരുന്നത് സെറ്റ്സ് ആണ്. നല്ല അടിപൊളി ആയിട്ടുള്ള സെറ്റ്സ് ആണ്. ഓക്കെ, അതായത് നല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന, എങ്ങനെ പറയേണ്ടത് അറിയില്ല, അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള അണ്ടർ 1000 വരുന്ന ഒരു 999 എന്ന് വേണമെങ്കിൽ പറയാം. അണ്ടർ 999 വരുന്നുണ്ട്. ചിലതിന് പ്രൈസ് 800 സംതിങ്, ചിലത് 900 സംതിങ്, ചിലത് 700 സംതിങ്, ആ ഒരു പ്രൈസിലൊക്കെ വരുന്നുണ്ട്. ബട്ട് ക്വാളിറ്റി ഭയങ്കര അടിപൊളിയായിട്ടുള്ള കുറച്ച് സെറ്റ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സെറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു സെറ്റ് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിന് 900 റുപ്പീസ് അറൗണ്ട് ആ ഒരു പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഫിറ്റിംഗ്. ഭയങ്കര അടിപൊളി ഫിറ്റിംഗിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു എംബ്രോയിഡറി വർക്കും ഒക്കെ വരുന്നുണ്ട്. സ്ലീവിനൊക്കെ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിക്ചറിൽ കണ്ടതിൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ വി നെക്കാണ്. ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു ചെണ്ട് പോലെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മിറർ വർക്കും അതിങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു സംഭവം നിങ്ങൾ ക്ലാസ് ഷോട്ട് കാണുമ്പോൾ കറക്റ്റ് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു സ്ലീവ് ആണ്. എനിക്ക് ലൂസ് ഫിറ്റിൽ വരുന്ന കുർത്തീസ് ആണെങ്കിലും സ്ലീവ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടും. ഇതിന്റെ എൻഡിൽ നമ്മുടെ നെക്കിൽ വന്നിട്ടുള്ള ഒരു സെയിം ആ ഒരു എംബ്രോയിഡറി, ആ ഒരു മിറർ വർക്ക്, ഈ ഒരു സംഭവമൊക്കെ ഒരു ഉണ്ട പോലെയുള്ള ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ സ്ലീവ് വരുന്നത്. 3/4 ലെങ്ത് ആണ് സ്ലീവ് വരുന്നത്. ടോപ്പ് വന്നിട്ടുള്ളത് കുറച്ചൊരു ലോങ് ടോപ്പ്, ഒരു ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു അങ്ങനത്തെ ഒരു ടോപ്പിൽ നിങ്ങൾക്ക് ഫിറ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. കുറച്ചൊരു ഇറങ്ങിയിട്ടുള്ളൊരു കുറച്ച് താഴോട്ടായിട്ടാണ് സ്ലിറ്റ് വരുന്നത്. മേലഭാഗത്തുനിന്നേ സ്ലിറ്റ് വരുന്നില്ല. അതാന്ന് തോന്നുന്നു ആ ഒരു സൈഡിലേക്ക് വന്നിട്ട് നല്ലൊരു ഫിറ്റിൽ ഇത് കിട്ടിയിട്ടുള്ളത്. സോ നല്ലൊരു പ്രിന്റും ആണ് വരുന്നത്. ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ടോപ്പ് വരുന്നത്. ഇനി ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ പ്ലെയിൻ, ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത്. എൻഡിൽ നമ്മൾ ആ ഒരു സ്ലീവിന്റെ എൻഡിൽ വന്നിട്ടുള്ള ആ ഒരു വർക്ക്, നെക്കിലും സ്ലീവിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വർക്കും ബോട്ടത്തിൽ വരുന്നുണ്ട്. സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. പിന്നെ ഡ്രോപ്പ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ദുപ്പട്ട എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതാണ് നമ്മളെ ദുപ്പട്ട വരുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ, നല്ല പ്യുവർ കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു സെറ്റ്. ഓൾസോ കളർ, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്യുക. പ്രൈസ് വന്നിട്ടുള്ളത് അറൗണ്ട് 900 ആണ് ഇതിന്റെ പ്രൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചേഞ്ച് വരാം. മേ ബി 930 അല്ലെങ്കിൽ 890, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10-20 രൂപ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സെറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തതും കാണിച്ചു തരുന്നത് ഒരു സെറ്റാണ്. ഒരു നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സെറ്റാണ്. കോഡ് സെറ്റ് ആണ് കേട്ടോ. പക്ഷേ കോഡ് സെറ്റ് പറയാം, ലൈക്ക് സെയിം പ്രിന്റിലാണ് ടോപ്പും ബോട്ടവും വരുന്നത്. ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സൈസ് അപ്പ് എടുക്കുക. നിങ്ങളെ നോർമൽ സൈസ് എടുക്കാതെ ഒരു സൈസ് അപ്പ് എടുത്താൽ കുറച്ചൊരു ലൂസ്, നല്ലൊരു ആ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ചൈനീസ് നെക്കാണ്. ഫ്രണ്ടിലേക്ക് വീക്ക് കട്ടിങ്ങിലാണ് വരുന്നത്. വൈഡ് ആയിട്ടുള്ള ഒന്നല്ല, അത്യാവശ്യം കുറച്ച് നമുക്ക് വേണ്ട ഒരു കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇറങ്ങിയിട്ടൊന്നുമല്ല. 3/4 ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. നോർമൽ സ്ലീവ് ആണ്. നോർമൽ 3/4 ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഡീറ്റെയിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്ന ഒരു ലോങ് ടോപ്പ്. ഓക്കെ, ഒരു ലോങ് ടോപ്പാണ്. ഇതാണ് പ്രിന്റ്. ഒരു ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഇങ്ങനെ ലീഫ് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. ബോട്ടം സെയിം പ്രിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോഡ് സെറ്റ് എന്ന് പറയുന്നത്. യെസ്. ആൻഡ് ബോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ ബോട്ടവും സെയിം പ്രിന്റിലാണ് വരുന്നത്.
എലാസ്റ്റിക് ആണ്, കംപ്ലീറ്റ് എലാസ്റ്റിക് ആയിട്ടാണ് ബോട്ടം വരുന്നത്. പലോസ ഫിറ്റിലാണ്, ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടം ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈസ് അപ്പ് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് ഞാൻ ഇട്ടത് ഒരു സൈസ് അപ്പിലാണ്, ആ ഒരു ഭംഗിക്ക് ആ ഒരു വൃത്തിക്ക് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം പ്രിന്റ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈസ് അപ്പ് എടുക്കുമ്പോൾ മെറ്റീരിയലിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഫിറ്റിംഗ് ആണെങ്കിലും രണ്ടും നമുക്കൊന്ന് ഭംഗിക്ക് വെയർ ചെയ്യാം. ഇതിന്റെ പ്രൈസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 600 അറൗണ്ട് ആ ഒരു പ്രൈസ് ആണ്. ചിലപ്പോൾ 620 അല്ലെങ്കിൽ 590, ആ ഒരു 10-20 അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം. അത് ഓരോരോ ഓരോരോ ആളുകളിലേക്ക് ആപ്പ് മാറുന്ന സമയത്ത് അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞാണ്. കാരണം എൻ്റെ കയ്യിൽ തന്നെ 2 ഫോൺ ഉണ്ടെങ്കിൽ ഒന്നിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രൈസും ലൈക്ക് ചെറുതായിട്ട് ആ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വിത്ത് ദുപ്പട്ട വരുന്ന നല്ലൊരു റെഡ് സെറ്റ്, പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് കാണിച്ചു തരാം. ഇത് എന്ത് അടിപൊളിയാണെന്ന് അറിയോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 800 സംതിങ്, ആ ഒരു പ്രൈസിലാണ് വരുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. സോ ഇത് ഞാൻ ഒരു സൈസ് അപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇത് ഒരു സൈസ് അപ്പ് എടുക്കണേ. ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ആരെയും സ്കിപ്പ് ചെയ്ത് പോയിട്ട് വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. യെസ്, നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സൈസ് അപ്പ് എടുക്കണം കേട്ടോ. ഓക്കെ, സോ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു നെക്കാണ്, ഒരു വി കൈൻഡ് ഓഫ് നെക്കാണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് നോർമൽ ത്രെഡ്, ഒരു നോർമൽ 3/4 സ്ലീവ് ആണ്. നല്ലൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത്, നല്ലൊരു റെഡ് ആണ്, നല്ല ഭംഗി ഉണ്ടാവും വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് സ്ലിറ്റ് ഒന്നും വരുന്നില്ല, ഒരു എയർലൈൻ ടൈപ്പിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്, കാഫ് ലെങ്ത് വരുന്നുണ്ട്. ഒരു ഫ്ലെയർഡ് കുർത്തി സെറ്റ് ആണ് കേട്ടോ. ഒരു അനാക്കലി പറയാം. ഓക്കെ, എനിവേ ആ ഒരു എയർലൈൻ കൈൻഡ് ഓഫ് ആ ഒരു ഇതിലാണ് ടോപ്പ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ എലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത്, ഫുൾ എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. പലോസ ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവും. ഒരു ലോങ് എയർലൈനിൽ വരുന്ന ഒരു കുർത്തിയും ഈ ഒരു പലോസയും കൂടി വെയർ ചെയ്ത് സെറ്റ് ചെയ്ത് കാണുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ദുപ്പട്ടൻ്റെ മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് റയോൺ, ഒരു സബ് റയോൺ അങ്ങനെ എന്തോ പറയില്ല, ആ ഒരു മെറ്റീരിയലാണ്. ദുപ്പട്ടയിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ്സ് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ ആണ്. അതും കൂടി ആ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായാണ്. ബട്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഭയങ്കര വടി പോലെ നിൽക്കുന്ന കോട്ടൺ ബ്ലാൻഡ് അല്ല. അത്യാവശ്യം ഒതുങ്ങുന്ന, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത്യാവശ്യം ഒതുങ്ങുന്ന നല്ലൊരു കോട്ടൺ ബ്ലാൻഡ് മെറ്റീരിയൽ ആണ്. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നൊരു ദുപ്പട്ടയാണ്. സോ ഇത് നിങ്ങൾ എടുക്കുന്ന മീൻസ് എന്തോന്ന് പറയാൻ വന്നു, മറന്നുപോയി, എന്തോന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു, മറന്നുപോയി. ഓക്കെ, എനിവേ ഇതാണ് നമ്മൾ യെസ്, ഇതിൽ അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ യെല്ലോയും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് യെല്ലോൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. മസ്റ്റാർഡ് യെല്ലോ നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ. ഓക്കെ, അപ്പോൾ അതിന് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമുക്ക് കുറച്ച് ടോപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ലൈക്ക് കുറച്ച് ഡ്രസ്സസ് ഉണ്ടെന്ന്, അതിലൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ഓഫ് വൈറ്റിൽ എംബ്രോയ്ഡറിയിൽ യോക്ക് പോർഷനിലൊക്കെ എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഡ്രസ്സ് കാണിച്ചു തരാം. റൗണ്ട് നെക്കാണ്, സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവാണ്. ബലൂൺ ലൈക്ക് ഇങ്ങനെയുള്ളൊരു അതിൽ പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. ചെറുതായിട്ട് വരെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇവിടെയാണ് കൂടുതലായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. സ്ലീവിൽ കുറച്ച് ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റഡ് ആണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ലോങ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത് കാഫ് ലെങ്ത് ആണ് വരുന്നത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. പിന്നെ ഇത് കുറച്ച് ഓഫ് വൈറ്റ് ആണ്. വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ നമുക്ക് കുറച്ചൊരു സീ ത്രൂ ആയിട്ടായിരിക്കും വരിക. പക്ഷെ ഇത് വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ എംബ്രോയ്ഡറി വരുന്നത് ആ ബാക്ക് സൈഡ് സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്തായാലും സ്ലിപ്പ് ഇട്ട് ബാക്ക് സൈഡിൽ നല്ല സ്ലിപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഫ്രണ്ടിൽ എംബ്രോയ്ഡറി, ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സീ ത്രൂവിൻ്റെ കാര്യം മാത്രം. അതായത് മെറ്റീരിയൽ ഇപ്പോൾ വൈറ്റ് ഓഫ് വൈറ്റിൽ നമ്മൾ ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അത്രയും കട്ടിക്കുള്ളതായിരിക്കണം. അങ്ങനെ കിട്ടൽ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എയർലൈൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കാഫ് ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. അടിപൊളിയാണ്, ഓഫ് വൈറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 500 അടുത്തായിട്ടാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സോളിഡ് കോട്ട് സെറ്റ് ആണ്. പ്ലെയിൻ എപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെ വന്നിട്ടുള്ള ഒരു സെറ്റ് ആണ്. എന്താ
അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് അതിന് മുകളിൽ ത്രെഡ് വരുന്നത്. ഓക്കെ, ഇതൊരു സെറ്റാണ്. സോ ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്, നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ്. ഇതെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സൈസ് അപ്പ് എടുക്കുക. ഇത് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി, പറയാൻ മതി നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇതൊരു സൈസ് അപ്പ് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ചൈനീസ് നെക്കാണ്. സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. എൻ്റെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. കുറേ ഉണ്ടല്ലോ, മീൻസ് എൻ്റെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവാണ്. നല്ലൊരു സ്ലീവാണ്, ലൂസ് സ്ലീവ്, ഫുൾ സ്ലീവാണ്. സോ ഇതിൻ്റെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. പ്ലെയിൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്, 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ പോയി തന്നെ നിങ്ങൾക്ക് ബാക്കി കളേഴ്സ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ആ ഒരു ടോപ്പ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാല്ലേ. സ്ലീവ് പറഞ്ഞു, ലെങ്ത് പറഞ്ഞു, പിന്നെ വേറെ ഇത് ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നോർമൽ സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. എലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത്. സിഗരറ്റ് ഫിറ്റ് ആണ് ബോട്ടം, പാരലൽ ഫിറ്റ് അല്ല, സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. ഓക്കെ, ഒരു സിഗരറ്റ് പാരലൽ ഫിറ്റ് ആണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ, എനിക്ക് അതാ ഇഷ്ടം. ആ ഒരു പലൗസ ഫിറ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. സോ ഇതൊരു സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. ഓക്കെ, ഇപ്പോൾ കൂടുതലും ആ ഒരു ഫിറ്റാണല്ലോ ഭംഗി, ആ ഒരു പലൗസ ഫിറ്റാണ് നല്ല ലൂസ് ഫിറ്റ്. സോ ഇതൊരു സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത ഔട്ട്ഫിറ്റ്. ആ ഒരു കുർത്തി അറൗണ്ട് 400-450 ആ ഒരു പ്രൈസ് ആയിരിക്കും വരാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഒരു സൈസ് അപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് സെറ്റ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ഗൈസ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഡ്രസ്സ് ഉണ്ടെന്ന്, 2 ഡ്രസ്സല്ല പറഞ്ഞതുണ്ടെന്ന്, അതിൽ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. ഒരു പോൾക്ക ഡോട്ടിൽ വന്നിട്ടുള്ള, അതും ഓഫ് വൈറ്റിൽ ഒരു സ്കൈ ബ്ലൂ പോൾക്ക ഡോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ മെറ്റീരിയൽ മീൻസ് നല്ല മെറ്റീരിയലാണ്. എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായെന്നൊന്നും പറയില്ല, പക്ഷെ ഇതിന് എന്തോ ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു പോൾക്ക ഡോട്ട് വന്നതിനോണ്ടാണോ എന്താ അറിയില്ല, നല്ല ഭംഗി ഉണ്ടായിരുന്നു വേറെ ഇത് കഴിഞ്ഞിട്ട്. ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ, കോട്ടൺ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഒരു വടി പോലെ നിൽക്കുന്ന പോലെ തോന്നാം. മേ ബി ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിക്ക് വരും, പക്ഷെ വലിയ വൃത്തിയോടൊന്നും ഇല്ല കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ സോഫ്റ്റ് കുഴഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് ഇഷ്ടം. ഓക്കെ, ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന മെറ്റീരിയൽ ഇഷ്ടമില്ല. മേ ബി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇങ്ങനെ കളർ ഇളകുന്നൊന്നല്ല കേട്ടോ. കളർ ഇളകുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പറയും കേട്ടോ. ഞാൻ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കളർ ഇളകുന്നുണ്ട്, ഞാനത് എൻ്റെ ഡൗട്ട് ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഇതിങ്ങനെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ റൗണ്ട് നെക്കാണ്. ഇതെടുക്കുന്ന സമയത്ത് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് വേറെ ഡിസൈൻ അങ്ങനെയൊന്നും വരുന്നില്ല. ഒരു ഫ്രോക്ക് കൈൻഡ് ഓഫ് ലൈക്ക് അങ്ങനെയുള്ള ഒരു ഏലൻ ടൈപ്പിൽ വരുന്നൊരു ഡ്രസ്സാണ്. സോ ഇതിൻ്റെ ലെങ്ത് നീലും കുറച്ച് താഴെയായിട്ടാണ് ലെങ്ത് വരുന്നത്. സ്ലീവ് വന്നിട്ടുള്ളത് നോർമൽ സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡിൽ ചെറുതായിട്ട് ഒരു ഡീറ്റെയിൽ കൊടുക്കായിരുന്നു, ഡീറ്റെയിലിംഗ് ഇല്ല, നോർമലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവേനെ. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എന്തോ ഒരു ഭംഗി ഇതിനുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കളറാണ് ആ സ്കൈ ബ്ലൂവിൽ, വൈറ്റിൽ സ്കൈ ബ്ലൂ ഡോട്ട് പോൾക്ക ഡോട്ട്സ് വരുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ. കോട്ടൺ ബ്ലെൻഡ് ഒന്നല്ല, കോട്ടൺ മെറ്റീരിയൽ ആണ്, വടി പോലെ നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. സോ പിന്നെ ഇതിൻ്റെ പറയാനുള്ളത്, ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷനിൽ മാത്രമാണ് ലൈനിങ് വരുന്നത്. ഇവിടെ ഇങ്ങോട്ട് ലൈനിങ് വരുന്നില്ല. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ വൈറ്റ് ഓഫ് വൈറ്റ് ആണ്. പിന്നെ ബോട്ടം അങ്ങനെ വലിയ സീൻ ഇല്ലാത്തവരിടാം. ഞാൻ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനൊരു ലൂസ് ബോട്ടമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് വലിയ വൃത്തിയാണെന്ന് തോന്നില്ല, അങ്ങനെ എടുത്ത് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ലൈനിങ് ഇല്ല, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ ചെറുതായിട്ടൊരു സീ ത്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് സെറ്റ്സും കുറച്ച് ഡ്രസ്സും ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അറിയാലോ, ഫ്രണ്ട്സിനും നിങ്ങളുടെ ബെസ്റ്റ് കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്കൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാമല്ലോ. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ കൂടുതലും ഇതിൽ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കോണ്ടന്റ് കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.